ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓരോന്നായിട്ട് വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: 1930കളോടെ ആരംഭിച്ച പൊതു നാടക പ്രസ്ഥാനത്തിലെ ഒരു ശാഖയാണ് പാരിസ്ഥിതിക നാടകങ്ങൾ. രണ്ടാമത്തത് തുറന്ന അന്തരീക്ഷത്തിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് ഇവ. മൂന്നാമത്തത് മലയാളത്തിലെ ചില പാരിസ്ഥിതിക നാടകങ്ങളിലൊന്നാണ് ഇടനിലങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, 1930കളോടെയാണ് പാരിസ്ഥിതിക നാടകങ്ങൾ തുടക്കമിട്ടത്, ശരിയാണ്. തുറന്ന അന്തരീക്ഷത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്, അതും ശരിയാണ്. മലയാളത്തിലെ ഒരു പാരിസ്ഥിതിക നാടകമാണ് ഇടനിലങ്ങൾ, അതും ശരിയാണ്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. ഇവിടെ ഓപ്ഷൻ വരുന്നത് 1, 2, 3 ശരിയാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. 1930കളോടെയാണ് പാരിസ്ഥിതിക നാടകങ്ങൾ ആരംഭിച്ചത്. പ്രേക്ഷകരും അഭിനേതാക്കളും തമ്മിലുള്ള അകലം കുറച്ച് തുറന്ന അന്തരീക്ഷത്തിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് ഇവ. പ്രേക്ഷകരുമായി കുറെ കൂടി ആഴത്തിൽ ഇടപഴകി പാരിസ്ഥിതിക അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് പാരിസ്ഥിതിക നാടകങ്ങൾ. മലയാളത്തിലെ ചില പാരിസ്ഥിതിക നാടകങ്ങളാണ് കൂട്ടുകൃഷി ആരുടേതാണ്? ഇടശ്ശേരിയുടേതാണ്. ഇടനിലങ്ങൾ KV ശ്രീജയുടേതാണ്. ചക്ക തുപ്പേട്ടൻ്റേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്ത കലാകാരികളെയും അവരുടെ കലാരൂപത്തെയും ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ആദ്യത്തെ കോളത്തിൽ എന്താണ്? കലാകാരികളാണ്. ഓരോരുത്തരായിട്ട് വായിക്കാം. യാമിനി കൃഷ്ണമൂർത്തി, സംയുക്ത പാണിഗ്രാഹി, ദമയന്തി ജോഷി, ദർശന ചാവേരി. രണ്ടാമത്തതിലെന്ന് പറയുന്നത് കലാരൂപങ്ങളാണ്. കഥക്, ഭരതനാട്യം, മണിപ്പൂരി, ഒഡീസി. ഇത്രയാണ് കലാരൂപങ്ങളും കലാകാരികളും. ആദ്യത്തെ നോക്കിയേ, യാമിനി കൃഷ്ണമൂർത്തി എന്താണ്? ഭരതനാട്യമാണ്. അപ്പം B ആണ് വരുന്നത്. അടുത്ത നോക്കിയേ, സംയുക്ത പാണിഗ്രാഹി ഒരു ഒഡീസി കലാകാരിയാണ് കേട്ടോ. ഒഡീസി കലാകാരി, അപ്പോൾ D വരും. ദമയന്തി ജോഷി കഥക് കലാകാരിയാണ്. കഥക് ഏതാ വരിക? A ആണ് വരിക. ഓക്കെ, അടുത്തത് ദർശന ചാവേരി മണിപ്പൂരി കലാകാരിയാണ്. അപ്പോൾ ദർശന ചാവേരിയുടേത് C വരും. അപ്പോൾ 1 B, 2 D, 3 A, 4 C. വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. നോക്കാം, നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ക്ലാസിക്കൽ നൃത്തരൂപം കൂടിയാണ് കഥക്. ജയ്പൂർ ഘരാന, ലക്നൗ ഘരാന, ബനാറസ് ഘരാന എന്നിവ കഥക്കിൻ്റെ വകഭേദങ്ങളാണ്. ശംഭു മഹാരാജ്, ബിർജു മഹാരാജ്, സിതാര ദേവി, റോഷൻ കുമാരി, ശോഭന നാരായൺ, കുമുദിനി ലാഖിയ തുടങ്ങിയവർ വിഖ്യാത കഥക് നർത്തകരാണ്. അടുത്ത നോക്കി, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇതിനെയാണ്? ഭരതനാട്യത്തെയാണ്. ഭരതനാട്യം ആദ്യകാലത്ത് എന്താണ്? ദാസിയാട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സദിർ എന്നും അറിയപ്പെട്ടിരുന്നത് ഈ നൃത്തരൂപമാണ്. പന്തനല്ലൂർ ശൈലി, വഴവൂർ ശൈലി, കലാക്ഷേത്ര ശൈലി, ധനഞ്ജയ ശൈലി തുടങ്ങിയവ ഭരതനാട്യത്തിലെ വിവിധ നൃത്ത ശൈലികളാണ്. പത്മ സുബ്രഹ്മണ്യം, മല്ലിക സാരാഭായ്, ബാലസരസ്വതി, VP ധനഞ്ജയൻ, ശാന്ത ധനഞ്ജയൻ, അലർമേൽ വള്ളി, ലീല സാംസൺ തുടങ്ങിയവർ ഈ രംഗത്തെ പ്രഗത്ഭരാണ്. ചലിക്കുന്ന കാവ്യമായിരുന്നു ഭരതനാട്യമെങ്കിൽ ചലിക്കുന്ന ശില്പം ഏതാണ്? ഒഡീസിയാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന ഒഡീസി ജയദേവൻ്റെ ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തരൂപമാണ്. കേളുചരൺ മൊഹാപത്ര, മാധവി മുഗ്ദാൽ, സോണാൽ മാൻസിംഗ്, പങ്കജ് ചരൺ, ഇന്ദ്രാണി റഹ്മാൻ തുടങ്ങിയവർ വിഖ്യാതരായ ഒഡീസി നർത്തകരാണ്. രാധാകൃഷ്ണ പ്രണയം വിവരിക്കുന്ന രാസലീല നൃത്തരൂപമായ മണിപ്പൂരിയെ പ്രാദേശികമായി മിറ്റി ജനത ജാഗോയ് എന്നാണ് വിളിക്കുന്നത്. ചാവേരി സഹോദരിമാർ എന്നറിയപ്പെടുന്ന ദർശന, നയന, രഞ്ജന, സുവർണ എന്നിവരും ഗുരു ബിപിൻ സിൻഹ, നിർമ്മല മെഹ്ത, ബിംബാവതി ദേവി തുടങ്ങിയവരും മണിപ്പൂരി നൃത്തത്തിലെ ചില പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. മണിപ്പൂരി നൃത്തത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നൊബേൽ സമ്മാന ജേതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. ടാഗോർ ശാന്തിനികേതനിലെ വിശ്വഭാരതിയിൽ മണിപ്പൂരി അഭ്യസിപ്പിക്കാൻ ഗുരുക്കന്മാരെ നിയോഗിച്ചു.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രശസ്തരായ കായിക താരങ്ങളും ബന്ധപ്പെട്ട കായിക ഇനവും ചുവടെ നൽകിയിരിക്കുന്നു. ഇതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പോൾ കൊടുത്തിരിക്കുന്നത് ആരാണ് ഓരോന്നായിട്ട് വയ്ക്കാം. ധൻരാജ് പിള്ള വോളിബോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ധൻരാജ് പിള്ള വോളിബോൾ ആണോ? അല്ല. ധൻരാജ് പിള്ള ഏതാണ്? ഹോക്കിയാണ് കേട്ടോ, ഹോക്കി. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത മേരി കോം. മേരി കോം എന്താണ്? മേരി കോം തെറ്റായ ജോഡി. മേരി കോം ബോക്സിംഗ് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അടുത്ത നിഹാൽ സരിൻ. നിഹാൽ സരിൻ എന്താണ്? ടെന്നീസാണോ? അല്ല. എന്താണ്? ചെസ്സാണ്. നിഹാൽ സരിൻ ചെസ്സാണ്. അപ്പം ധൻരാജ് പിള്ള ഹോക്കിയാണ്, നിഹാൽ സരിൻ ചെസ്സാണ്. അടുത്തത് മഞ്ജിസിയ ഭാനു. മഞ്ജിസിയ ഭാനു എന്താണ്? പവർ ലിഫ്റ്റിംഗ് ആണ്. എന്താണ്? പവർ ലിഫ്റ്റിംഗ് ആണ്. പവർ ലിഫ്റ്റിംഗ്. ഓക്കെ. അപ്പം ശരിയായിട്ടുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ധൻരാജ് പിള്ള ഹോക്കി, മേരി കോം ബോക്സിംഗ്, നിഹാൽ സരിൻ ചെസ്, മഞ്ജിസിയ ഭാനു പവർ ലിഫ്റ്റിംഗ്. അടുത്ത മനിക ബത്രയാണെങ്കിലോ? മനിക ബത്ര ടേബിൾ ടെന്നീസ് ആണ് അല്ലേ? ടേബിൾ ടെന്നീസ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഒന്ന് മാത്രമേ ശരിയായിട്ടുണ്ടായിരുന്നുള്ളൂ. മേരി കോം ബോക്സിംഗ് എന്നുള്ളതായിരുന്നു ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റായിരുന്നു. 1, 3, 4, 5 അല്ലേ? 1, 3, 4, 5 എന്നിവ എന്താണ്? തെറ്റാണ്. അപ്പോൾ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. നോക്കാം നമുക്ക്. പ്രശസ്തരായ കായിക താരങ്ങളും അതിൻ്റെ കായിക ഇനവും നമ്മൾ നോക്കിയത് തന്നെയാണ്. ധൻരാജ് പിള്ള ഹോക്കിയാണ്, നിഹാൽ സരിൻ ചെസ്സാണ്, മണിക ബത്ര ടേബിൾ ടെന്നീസ്, മൻസിയ ഭാനു പവർ ലിഫ്റ്റിംഗ്, ഗീതു അന്ന ജോസഫ് ബാസ്കറ്റ് ബോളാണ്, തേജസ്വിനി സാവന്ത് ഷൂട്ടിംഗ് ആണ്. ഓക്കെ. അടുത്ത നോക്കിയേ, ഒരു കവിതയുടെ കുറച്ച് ഭാഗമാണേ. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇത് ആരുടേതാണ്? പി രാമചന്ദ്രനാണ്. ആരാണ്? പി രാമചന്ദ്രൻ എഴുതിയതാണ്. ഓക്കെ. പേമഴക്കാലത്ത് സാധുവാമിത്തിരി സോദരർക്കൊത്ത ആസ്വദിക്കനല്ലു. ഇതാരാണ് എഴുതിയത്? വിജയലക്ഷ്മിയാണ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്നെഴുതിയതാരാണ്? വീരാൻ കുട്ടി. അധികാരം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ എഴുതിയത് ഇടശ്ശേരി. ഉള്ളിലൊരു ചോദ്യം പൊട്ടിക്കരയുന്നു, മരണവും കൊട്ടുപുകയുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് എഴുതിയത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അടുത്തത് ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ എന്നെഴുതിയതാരാണ്? വയലാർ രാമവർമ്മയാണ്. ഓക്കെ. നോക്കിയേ, കാറൽമാൻ ചരിതത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് കരീന്ദ്രൻ രചിച്ച ആട്ടക്കഥയാണ് ഒലിവേർ വിജയം. അടുത്ത ക്വസ്റ്റ്യൻ ആണേ. അടുത്തത് ബുദ്ധചരിതം ആട്ടക്കഥ രചിച്ചത് NV കൃഷ്ണവാര്യരാണ്. നളചരിതം ആട്ടക്കഥയെ മലയാള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ചിട്ട് ഉചിതമായവ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഏതാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് നോക്കാം. കാറൽമാൻ ചരിതത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് കരീന്ദ്രൻ രചിച്ച ആട്ടക്കഥയാണ് ഒലിവേർ വിജയം എന്നുള്ളത് തെറ്റാണ് കേട്ടോ. അത് എഴുതിയത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കേട്ടോ. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കാറൽമാൻ ചരിതത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒലിവേർ വിജയം എഴുതിയത്. അപ്പോൾ കരീന്ദ്രൻ എന്നുള്ളത് എന്താണ്? അവിടെ തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? തെറ്റാണ്. അടുത്ത ബുദ്ധചരിതം ആട്ടക്കഥ രചിച്ചത് NV കൃഷ്ണവാര്യരാണ്. അത് ശരിയാണ്. നളചരിതം ആട്ടക്കഥയെ മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ അതിനകത്ത് 2ഉം 3ഉം എന്താണ്? ശരിയാണ്. ഒന്നാമത്തത് തെറ്റാണ്. അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാറൽമാൻ ചരിതത്തെ ഇതിവൃത്തമാക്കി ഒലിവേർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ്? കട്ടക്കയം ചെറിയാൻ മാപ്പിള. രാവണ വിജയം ആട്ടക്കഥ രചിച്ചതാരായിരുന്നു? കരീന്ദ്രനാണ്. കിളിമാനൂർ കോയിത്തമ്പുരാനാണ് ആര്? കരീന്ദ്രൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കരീന്ദ്രൻ രചിച്ച ആട്ടക്കഥ ഏതാണ്? രാവണ വിജയമാണ്. നളചരിതം എഴുതിയതാരാണ്? ഉണ്ണായി വാര്യരാണ്. അതിനെയാണ് ജോസഫ് മുണ്ടശ്ശേരി എന്തെന്ന് പറഞ്ഞത്? ആട്ടക്കഥയെ മലയാള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്.